സോ നമ്മൾ ഇന്ന് ഹിമേഷ് ശേഷാമിയെ കുറച്ച് നാൾക്ക് ശേഷം അഭിനയിക്കുന്ന ബാഡാസ് രവികുമാർ അതെ ബാഡാസ് രവികുമാർ എന്ന് പറഞ്ഞൊരു ഹിന്ദി പടത്തിന് ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ശരിക്കും ദി എക്സ്പോസ് എന്ന് പറഞ്ഞൊരു ഫിലിമിൽ ഇതിനു മുമ്പ് ഇറങ്ങിയൊരു പടത്തിൽ ഒരു ക്യാരക്ടറാണ് ഈ രവികുമാർ. അതിൻ്റെ സ്പിൻ ഓഫ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ലൈനിലാണ് ഒരു വരുന്നത്. അപ്പോൾ ഇതിന് ഈ ക്യാരക്ടറിനൊരു ഫാൻ ബേസ് ഉണ്ട് അവിടെ. ഇതിൻ്റെ പോസ്റ്ററൊക്കെ ഇറക്കിയപ്പോൾ ഇതിൻ്റെ ടീസർ ഇറക്കിയപ്പോൾ അത് കുറേ അധികം പേര് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണ് പരിപാടി നമുക്കൊരു വലിയ പിടുത്തമില്ല. നമുക്കതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. കഥയും തിരക്കഥയൊക്കെ പുള്ളിയുടെ ആണോ? രക്തക്കളി റെട്രോ ഈ സ്ക്രീൻ എന്ന് പറയുന്നത് പിക്ചർ. ഓ അങ്ങനെയാണ് അല്ലേ? ഓക്കെ, കൺവിൻസ്ഡ്. ആ വൈവാ പരിപാടി. ആരാ വെടിയൊക്കെ നീ മെലഡീസ് പ്രോസസ്. ഓ പുള്ളിയുണ്ടോ? ബാഡാ സിനിമ ഇത് ഫുൾ ഓൺ ഡയലോഗ്. അവർക്കറിയാം സംഭവം സ്പൂഫാ പടാ ആക്ച്വലി. അൺസ്മോക്ഡ് സിഗരറ്റ്സ്. ലോജിക് കൊള്ളാം. ആദ്യം പറയണല്ലോ. പുള്ളിയാണ് പഠിച്ചിരുന്നല്ലേ? അയ്യോ സൗണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ഗോമസ് അല്ലേ? പുറാനാ അന്താസ് ലൈവ് പിക്ചർ. തിയേറ്ററിൽ മറ്റേ ബഹളമായിരിക്കും. നല്ല രസമുണ്ടല്ലോ അല്ലേ? റെട്രോ ആക്ഷൻ മസാല, റെട്രോ ആക്ഷൻ മ്യൂസിക്കൽ എന്തോ സംഭവം. ബേസിക്കലി ഒരു സ്പൂഫ് പടം, അതായത് ഒരു 80s പടങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ സ്പൂഫ് ചെയ്യുന്ന ഒരു സിനിമ എടുത്തിരിക്കുന്നത്. കുറേ നല്ല രസമുള്ള സംഭവം ഉണ്ടെന്ന്. ശരിക്കും ആ വൈബ് ഇരുന്ന് ചിരിക്കാൻ ഒരുപാടുണ്ട് പടത്തിൽ. അതാണ് ഒരു ഉദ്ദേശം. ഇത് എന്റർടൈൻ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. അവര് ആ പടങ്ങളെല്ലാം ട്രോളുന്ന പോലത്തെ പരിപാടിയാണ്. കുറെ വർക്കാവും കുറെ വർക്കാവത്തില്ല. ലൈനാണ് ഇതിനെ ആ സെൻസിൽ എടുത്താൽ അത് തന്നെ. നമ്മൾ ആ സെൻസിൽ പോയി ഇരിക്കാൻ നമുക്ക് പിന്നെ പ്രശ്നമില്ല. നമുക്ക് സ്റ്റാർട്ട് എൻഡ് നമുക്ക് എന്ത് കാണിച്ചാലും നമുക്ക് ചിരിക്കാം. ആ വൈബ്. ഇപ്പൊ ട്രെയിലറിൽ തന്നെ കുറെ നല്ല സാധനങ്ങളുണ്ടല്ലോ. ചെയിൻസോ എത്ര ലാഘവത്തോടെ യൂസ് ചെയ്ത ചെയിൻസോ മറ്റേ ആളെ മറ്റേ രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് കൊള്ളാം ചേട്ടോ. നല്ലൊരു പരിപാടിയാണ് ഇത്. ആക്ച്വലി ഞാനെൻ്റെ ടീസർ റിലീസായ സമയത്ത് ഞാനെൻ്റെ ടീസർ കണ്ടപ്പോൾ എനിക്ക് ഇതെന്തോ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇത് ഐഡിയ ഇതെന്താ സംഭവം. മറ്റേ ഒരു ഡോമിന്റെ
കുറച്ച് വീഡിയോ അവർക്ക് കിട്ടിയെന്ന് ആ. തോന്നുന്നു. അതിന് മേലെ ബൈക്കിൽ പോകുന്നുണ്ട്, എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഞാനവരെ ടീച്ചർ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു ഇതെന്താ ഇങ്ങനത്തെ ഒരു പടം ഇത് അവർ. അപ്പോൾ അതിന് ഭയങ്കര കമൻസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ആലോചിച്ചു ഇവിടെ ആൾക്കാരെന്താ ഇങ്ങനെ ഇത്ര മോശം പടത്തിനെ അത് മോശം പടം മീൻസ് അങ്ങനെയാണ് ടീച്ചർ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയത്തില്ല സ്പൂഫാണ് പരിപാടിയാണെന്ന് ഒരു പിടുത്തമില്ല. അപ്പോൾ ഞാനത് ടീച്ചർ കണ്ടപ്പോൾ ആലോചിച്ചത് എന്താ ഇതിനെ ആൾക്കാർ ഇത്ര പൊക്കി പിടിക്കാൻ വേണ്ടി ഇത് എന്താ ചെയ്തത്, ഇത് ഭയങ്കര ഇത് നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് പറയുന്ന തെലുങ്ക് പടത്തിൻ്റെ വൈബാണല്ലോ എന്നാലോചിച്ച്. പിന്നീടാണ് ആ പടത്തെ പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത് ആക്ച്വലി ഒരു പടത്തിനകത്ത് ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ്. ആ സിനിമ ദി എക്സ്പോസ് എന്ന് പറഞ്ഞ പടം സിനിമയെ ബേസ് ചെയ്തൊരു പടം, ഫിലിം ബേസ് ചെയ്ത പടം. ആ പടത്തിലൊരു ഒരു ആക്ടറിൻ്റെ റോൾ എന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ രവികുമാർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ആക്ടർ എക്സ്പോസിനകത്ത് പുള്ളി തന്നെ ചെയ്ത റോളാണ്. അത് തന്നെ പുള്ളി തന്നെ ചെയ്ത റോളാണ്. അപ്പോൾ പക്ഷേ ആ റോൾ എന്ന് പറഞ്ഞാൽ പുള്ളി ആ ആക്ടറാണ്. അപ്പോൾ ആ ആക്ടർ അഭിനയിക്കുന്ന ഒരു സിനിമ എന്നുള്ള വൈബിൽ അങ്ങാണ്ടാണ് ഇതിനെ അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, ബാഡാസ് രവികുമാർ എന്നുള്ളത്. സോ ഇത് ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവം, കാണാൻ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാൻ രസമുള്ള വീടാണ്. കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല വൈബായിരിക്കും. ഇവിടെ വരുന്ന ചാൻസ് ഇല്ലല്ലോ. ഇല്ല, ഇവിടെ റിലീസ് ആകാൻ ചാൻസ് കുറവായിരിക്കും. ഫെബ്രുവരി 7 ഫെബ്രുവരിയാണ്. ഒറ്റിലൊക്കെ വരും. ഒറ്റിൽ വരുമ്പോഴേക്ക് രസമാണ്. ചുമ്മാ ഇതിന്റെ ഓഡിയൻസ് വേറെയാണല്ലോ. പക്ഷേ ഇത് ആക്ച്വലി തിയേറ്ററിൽ വരെ ആൾക്കാരൊക്കെ പാക്ട് ആൾക്കാരൊക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാൻ ഒരുപാടുണ്ടാവും. അതായത് നല്ല രീതിയിൽ ഫണ്ണുണ്ടെങ്കിൽ. പക്ഷെ ഇങ്ങനത്തെ ഒരു വൈബിൽ വന്നിരുന്ന് കാണത്തക്ക ഓഡിയൻസ് നമുക്ക് ഇവിടെ ഒന്നും കുറവായിരിക്കും. കുറവാണ്. നമുക്ക് സ്പൂഫാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് വന്ന് കാണത്തക്ക രീതിയിൽ അത്രയും ലൈറ്റ് ആയിട്ട്. ഇതൊരു പോപ്കോൺ എന്നിട്ട് പോപ്കോൺ വാങ്ങിച്ചിട്ടിരിക്കുക. നമ്മൾ ഓൾറെഡി കണ്ട വളരെ പടങ്ങളെ ഇവർ കളിയാക്കുന്നു, നമ്മളതെല്ലാം കണ്ട് ആസ്വദിക്കുക. ഇവര് കളിയാക്കുന്നു, ഇവരെയും കളിയാക്കാനുള്ള സാധനമുണ്ട്. അങ്ങനെ ബാഡാസ് രവികുമാർ ഫെബ്രുവരി 7 റിലീസാണ്. നോക്കാം, നമുക്ക് അതിൻ്റെ OTT റിലീസൊക്കെ ആയിരിക്കും നമുക്കിവിടെ കാണാൻ ചാൻസ് കൂടുതൽ.